വരുന്ന 17-ാം തീയതിയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ആദ്യ പോരാട്ടം. എതിരാളികൾ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 26 അംഗ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചത് മുതൽ ഓരോ അർജന്റീൻ താരങ്ങൾക്കും പരിക്കേറ്റിരുന്നു. പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പല അർജന്റീൻ താരങ്ങളും ഫിറ്റ്നസ് പൂർണ്ണമല്ലായിരുന്നു. ഇതിനിടെ പരിക്കേറ്റ് ലിയനാർഡോ ബലേഡി പുറത്താവുകയും പകരം മാർക്കസ് സെൻസിയെ സ്കലോണി ടീമിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അർജന്റീന മത്സരത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അർജന്റീന ആരാധകർക്ക് വളരെ വലിയ പോസിറ്റീവ് ന്യൂസാണ് അർജന്റീന ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. അർജന്റീന ടീമിനും ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകൾ. ഒരു താരമൊഴികെ എല്ലാവരും ഫിറ്റ്നസ് വീണ്ടെടുത്ത് പരിക്കുമാറി കളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സൂപ്പർ താരമായ അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ മാത്രമാണ് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ളത്. മസിൽ ഇഞ്ചറി സംഭവിച്ചിട്ടുള്ള നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ അൾജീരിയക്കെതിരായുള്ള ആദ്യ മത്സരം കളിച്ചേക്കില്ല. പരിക്കിന്റെ പിടിയിലുണ്ടായിരുന്ന എമിലിയാനോ മാർട്ടിനസ്, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്കോ ഗോൺസലസ്, മധ്യനിരയിലെ ലിയാൻഡ്രോ പെരഡസ്, അർജന്റീന റൈറ്റ് ബാക്കുകളായ ഗോൺസലോ മോണ്ടിയേൽ, നൗഹേൽ മൊളീന, മുന്നേറ്റ നിരയിൽ ഹൂലിൻ അൽവരസ് എന്നിവരെല്ലാം പരിക്കിന്റെ പിടിയിലായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. എമിലിയാനോ മാത്രമാണ് ഒറ്റയ്ക്ക് പരിശീലനം നടത്തുന്നത്. എന്നാൽ എമിലിയാനോ 100% അൾജീരിയക്കെതിരായുള്ള മത്സരത്തിൽ കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ബാക്കിയുള്ള താരങ്ങളുടെ പരിക്കിൽ നിന്നെല്ലാം മാറി അവർ അർജന്റീനൻ താരങ്ങൾക്കൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഈ താരങ്ങളെയെല്ലാം സ്കലോണിക്ക് ആദ്യ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇത് തന്നെയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായ കാര്യവും. അതുപോലെ തന്നെ മധ്യനിരയിൽ കളിക്കുന്ന നിക്കോ പാസും സ്കലോണിക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം, ഐസ്ലൻഡിനെതിരായുള്ള പോരാട്ടത്തിൽ സ്കലോണി അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നു. അതിനുശേഷവും സ്കലോണി നിക്കോ പാസിന് റെസ്റ്റ് നൽകിയിരുന്നു. അൾജീരിയക്കെതിരായുള്ള പോരാട്ടത്തിൽ സൂപ്പർ താരവും ലഭ്യമായിരിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.